പതിവ് പോലെ മാത്യു കുഴൽനാടനാണ് എക്സാലോജിക് വിഷയം ഇന്നും നിയമസഭയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചത്. അടിയന്തര പ്രമേയ നോട്ടീസ് മാത്യു കുഴൽനാടൻ സ്പീക്കർക്ക് നൽകി. എന്നാൽ ആ നോട്ടീസ് പരിഗണനയ്ക്ക് പോലും എടുക്കാതെ സ്പീക്കർ പ്രതിപക്ഷ ആവശ്യം തള്ളുകയായിരുന്നു. കോടതികളുടെയോ അർദ്ധ ജുഡീഷ്യൽ സംവിധാനങ്ങളുടെയോ പരിഗണനയുള്ള വിഷയങ്ങൾ സഭയിൽ ചർച്ച ചെയ്യുന്നത് ചട്ടവിരുദ്ധം, ചട്ടലംഘനമെന്നാണ് സ്പീക്കറുടെ വാദം. എന്നാൽ പ്രതിപക്ഷ നേതാവ് ഇതിനെ ചോദ്യം ചെയ്തു. എന്നാൽ ചട്ടമുദ്ധരിച്ച് പ്രതിപക്ഷ നേതാവിന്റെ വാദത്തെയും സ്പീക്കർ തള്ളിക്കളഞ്ഞു. മുഖ്യമന്ത്രിയുടെ മകൾക്കും എതിരായ ആരോപണമാണ് മാത്യു കുഴൽനാടൻ നോട്ടീസിൽ പ്രധാനമായും ഉണ്ടായിരുന്നത്. ചെയ്യാത്ത സേവനങ്ങൾക്ക്, നൽകാത്ത സേവനങ്ങൾക്ക് പണം കൈപ്പറ്റി എന്ന ഇൻകം ടാക്സ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെയും ROCയുടെയും ഗുരുതരമായ കണ്ടെത്തലുകളുണ്ട്. ഇത് ചർച്ച ചെയ്യണം. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണവും മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായി എക്സാലോജി കമ്പനിക്കെതിരെ ആരംഭിച്ചിട്ടുണ്ട്. ഇതും ചർച്ച ചെയ്യണമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. എന്നാൽ അത് ചർച്ചയ്ക്കെടുത്തില്ല. തുടർന്ന് പ്രതിപക്ഷം സഭയിൽ പ്രതിഷേധിച്ച് നടുത്തത്തിറങ്ങി മുദ്രാവാക്യം മുഴക്കി മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ രൂക്ഷ വിമർശനങ്ങൾ അടങ്ങിയ പ്ലക്കാർഡുകളും ബാനറുകളും പ്രദർശിപ്പിച്ച് സഭയിൽ നിന്ന് പുറത്തേക്ക് പോവുകയായിരുന്നു. പക്ഷേ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ഒരു ചട്ടപ്പടി പ്രതിഷേധമായി മാത്രം മാറിയെന്ന വിമർശനവും ഇതിനകം ഉയരുന്നുണ്ട്. അതിന് കാരണം സാധാരണഗതിയിൽ ഇത്തരം വിഷയങ്ങൾ സഭയിൽ വരുമ്പോൾ പ്രതിപക്ഷങ്ങൾ നടുത്തത്തിലിറങ്ങി സഭാ നടപടികൾ സ്തംഭിപ്പിച്ച് സഭാ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരു സാഹചര്യം സഭ സൃഷ്ടിക്കുകയാണ് പതിവ്. പക്ഷേ ഇന്ന് പ്രതിപക്ഷം അതിന് തയ്യാറായില്ല. പകരം പ്ലക്കാർഡും ബാനറും ഉയർത്തി പ്രതിഷേധിച്ച് പെട്ടെന്ന് സഭ ബഹിഷ്കരിച്ച് പുറത്തേക്ക് പോവുകയായിരുന്നു. പുറത്തുവന്ന പ്രതിപക്ഷ നേതൃത്വത്തെ പ്രധാനപ്പെട്ട നേതാക്കൾ മാധ്യമങ്ങളെ കാണുകയും ചെയ്തു. ഇതിന് കാരണമായി വിലയിരുത്തപ്പെടുന്ന രണ്ട് കാര്യങ്ങൾ. ഒന്നാം, ഈ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ, മാസപ്പടി വിവാദത്തിൽ തന്നെ പ്രതിപക്ഷത്തെ പല നേതാക്കളുടെ പേരുകൾ ഉയർന്നു വന്നിരുന്നു. അതാകാം ഒരുപക്ഷെ പ്രതിപക്ഷത്തെ ഈ കടുത്ത പ്രതിഷേധത്തിൽ പിന്തിരിപ്പിച്ചെന്ന വിമർശനം ഭരണപക്ഷ ബെഞ്ചുകൾക്കിടയിൽ നിന്ന് ഉയർന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രമേയം കൂടി ഇന്ന് സഭയിൽ വരാനിരിക്കുന്നതായിരുന്നു. കേന്ദ്ര വിരുദ്ധ പ്രമേയമായിരുന്നു. ഡൽഹിയിലെ സമരത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ രൂക്ഷമായി വിമർശിക്കുന്ന പ്രമേയം സഭയിൽ അവതരിപ്പിച്ച് ഏകണ്ഠമായി പാസാക്കിയെടുക്കാനായിരുന്നു സർക്കാരിന്റെ ശ്രമം. പക്ഷേ പ്രതിപക്ഷം അതിനു മുമ്പ് തന്നെ സഭ വിട്ടിറങ്ങിപ്പോയി. പ്രതിപക്ഷം സഭയിൽ തുടർന്നെങ്കിൽ ഈ പ്രമേയത്തെ അനുകൂലിക്കേണ്ടി വരുമായിരുന്നു. അനുകൂലിക്കാനല്ല, എതിർക്കാനാണ് പ്രതിപക്ഷം തയ്യാറായാൽ അത് വലിയ രാഷ്ട്രീയ വിമർശനത്തിന് ഇടയാക്കും. ഭരണപക്ഷം അത് രാഷ്ട്രീയ ആയുധമാക്കി മാറ്റും. BJP സർക്കാരിന്റെ സമരത്തിൽ പങ്കെടുക്കുന്നില്ല എന്ന് മാത്രമല്ല, ആ ഒരു പ്രമേയത്തെ പിന്തുണയ്ക്കാൻ പോലും പ്രതിപക്ഷം തയ്യാറായില്ല എന്ന വിമർശനം സർക്കാർ ഉന്നയിക്കും. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള തന്ത്രമായിരുന്നു പ്രതിപക്ഷത്തിന്റെ ഈ ചട്ടപ്പടി സമരം, എക്സാലോജിക് വിഷയത്തിൽ ഈ ചട്ടപ്പടി സമരം എന്ന വിമർശനവും വിലയിരുത്തലും ഉയർന്നു വരുന്നുണ്ട്. ഏതായാലും പ്രതിപക്ഷത്തിന്റെ അഭാവത്തിൽ ഏകകണ്ഠമായി തന്നെ, അതായത് പ്രതിപക്ഷം പോയ ശേഷം ഏകകണ്ഠമായി പ്രമേയം സഭ പാസാക്കി. അങ്ങനെ പ്രതിപക്ഷത്തിന് സർക്കാർ പ്രമേയത്തോട് യോജിച്ചാലും വിയോജിച്ചാലും ഉണ്ടാകുന്ന വിമർശനങ്ങളെ മറികടക്കാൻ അതിലൂടെ കഴിഞ്ഞു. എങ്കിലും എക്സാലോജിക് വിഷയം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം സഭയിൽ ആ രീതിയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിനായില്ലെന്ന വിലയിരുത്തലുകളും വിമർശനങ്ങളും ശക്തമായി തന്നെ ഇഘട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ട്.